എവർക്കും HSSTIMESന്റെ പുതിയ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 Accountancy Chapter 12 Application of Computers in Accounting എന്ന പാഠമാണ്. ഈ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. And in today's session we will discuss 3 topics: information and decisions, transaction processing system, that is TPS, and the transaction processing modes. നമ്മൾ 3 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഫർമേഷൻ ആൻഡ് ഡിസിഷൻ എന്ന ഒന്നാമത്തെ ടോപ്പിക്ക്, രണ്ടാമത്തേത് TPS ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം, മൂന്നാമത്തേത് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് മോഡ്സ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതുവരെയായിട്ടും HSSTIMES എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനകത്ത് നോട്ടിഫിക്കേഷൻസ് കൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് കൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സെഷൻ ആരംഭിക്കാം. ആദ്യത്തെ ടോപ്പിക്കിൻ്റെ പേര് ഇതാണ്: ഇൻഫർമേഷൻ ആൻഡ് ഡിസിഷൻസ്. ഇൻഫർമേഷൻ ആൻഡ് ഡിസിഷൻസ്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ഈ ചിത്രത്തിലേക്കൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്, എ കമ്പ്യൂട്ടർ ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് ഹെൽപ്സ് എസ് ടു പ്രോസസ് ഡാറ്റ. ഡാറ്റ പ്രോസസ്സിങ്ങിന് സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിസിനസ്സിനകത്ത് ഒരുപാട് ഡാറ്റ ഉണ്ടായിരിക്കും. അക്കൗണ്ടിങ് ഡാറ്റ, ബിസിനസ് ഡാറ്റ ഉണ്ടായിരിക്കും. അതിനെന്ത് ചെയ്യണം? കമ്പ്യൂട്ടറൈസ്ഡ് സോഫ്റ്റ്വെയർ, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോസസ്സ് ചെയ്യാം. വെൻ ഡാറ്റ ഈസ് പ്രോസസ്ഡ് ഇറ്റ് വിൽ ബിക്കം ഇൻഫർമേഷൻ. ഡാറ്റേനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഫർമേഷനായിട്ട് മാറുന്നു. ദിസ് ഇൻഫർമേഷൻ ഈസ് നീഡഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിന് എന്ത് ആവശ്യമാണ്? ഇൻഫർമേഷൻ ആവശ്യമാണ്. അപ്പോൾ ഇൻഫർമേഷൻ നമുക്ക് തരുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറും, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പാക്കേജുകൾ യൂസ് ചെയ്തുകൊണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ആൻഡ് ഹാർഡ്വെയർസ് we can convert or we can process data and we can generate information. Finally, we can use the available information for decision making purpose. അതാണ് നമ്മുടെ ടോപ്പിക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഫസ്റ്റ് ടോപ്പിക്കിൻ്റെ പേര് ഇതാണ്: ഇൻഫർമേഷൻ ആൻഡ് ഡിസിഷൻസ്. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്ന് തിയററ്റിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രം. എവറി ഓർഗനൈസേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ ദ പർപ്പസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. എല്ലാ കമ്പനികളും ആ കമ്പനിയുടെ ഇൻഫർമേഷൻ സിസ്റ്റത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. But decision making is an important task, is an important element of any successful organization. തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് ഏതൊരു കമ്പനിയുടെ കാര്യത്തിലും വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. തീരുമാനമെടുക്കണമെങ്കിൽ നമ്മൾക്ക് ഇൻഫർമേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഇൻഫർമേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇൻഫർമേഷൻ ഈസ് ഇൻപുട്ട് ആൻഡ് ഡിസിഷൻ ഈസ് ഔട്ട്പുട്ട്. ബിക്കോസ് ഇൻഫർമേഷൻ ഈസ് ദ ബേസിസ് ഫോർ ഡിസിഷൻ. ഡിസിഷൻ മേക്കിങ്ങിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, ഡിസിഷൻ മേക്കിങ്ങിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഇൻഫർമേഷൻ ഈസ് ദ ഇൻപുട്ട് ആൻഡ് ഡിസിഷൻ ഈസ് ദ ഔട്ട്പുട്ട്. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനകത്ത് ഇൻഫർമേഷൻ ആണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളാണ്, ഡിസിഷൻസ് ആണ്. ദ റൈറ്റ് ഇൻഫർമേഷൻ ഇൻ ദ റൈറ്റ് ഫോം in the right time is essential to make correct decision. കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ടുള്ള ഫോമിൽ റൈറ്റ് ടൈമിൽ ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കറക്റ്റ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആവശ്യമാണ്. ക്ലിയർ? അത്രയേ ഉള്ളൂ ഇൻഫർമേഷൻ ആൻഡ് ഡിസിഷൻ. ഇനി ഇൻഫർമേഷൻ ആൻഡ് ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റ് ചില ടേംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ടേമാണ് ഗിഗോ പ്രിൻസിപ്പിൾ. ഗിഗോ പ്രിൻസിപ്പിൾ, നല്ല രസമുണ്ട് കേൾക്കാൻ. ഗിഗോ പ്രിൻസിപ്പിൾ. ഗിഗോ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് പ്രിൻസിപ്പിൾ. ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് പ്രിൻസിപ്പിൾ. IT, that is information technology, follows GIGO principle, garbage in garbage out principle. It means bad input will result in bad output. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ ഇൻപുട്ട് മോശമാണെങ്കിൽ ഔട്ട്പുട്ടും മോശമായിരിക്കും.
In other words, the quality of output is determined by the quality of the input. ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കുക. അതായത് ഗിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർബേജ് ഇൻ, ഗാർബേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ്, മാലിന്യങ്ങൾ. നമ്മൾ ഇതിനകത്തേക്ക് ഗാർബേജ് ആണ് ഇടുന്നതെങ്കിൽ നമുക്ക് ലഭിക്കുന്നതും ഗാർബേജ് ആയിരിക്കും. നമ്മൾ ഈ ബോക്സിനകത്തേക്ക് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇൻപുട്ട് വേസ്റ്റ് ആണെങ്കിൽ ഔട്ട്പുട്ടും വേസ്റ്റ് ആയിരിക്കും. അത്രയേ ഉള്ളൂ ഗിഗോ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇവിടെ ഗാർബേജ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റ ഗാർബേജ് ആണെങ്കിൽ, ബാഡ് ആണെങ്കിൽ, മോശം ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, തെറ്റായ ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും റോങ് ആയിരിക്കും. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വി ഷുഡ് എൻ്റർ പ്രോപ്പർ ഡാറ്റ, ദെൻ ഓൺലി വി വിൽ ഗെറ്റ് കറക്റ്റ് ഇൻഫർമേഷൻ. അപ്പോൾ ഇത് നമുക്ക് എവിടെയും അപ്ലൈ ചെയ്യാം, ഇൻഫർമേഷൻ ആൻഡ് ഡിസിഷൻ്റെ കേസിലും അപ്ലൈ ചെയ്യാം. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായ ഇൻഫർമേഷൻ്റെ ബേസിസിലാണെങ്കിൽ തീരുമാനങ്ങളും തെറ്റായിരിക്കും. ഇഫ് ഇൻഫർമേഷൻ ഈസ് റോങ്, ദ ഡിസിഷൻ വിൽ ഓൾസോ ബി റോങ്. അതാണ് ഗിഗോ പ്രിൻസിപ്പിൾ, ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് പ്രിൻസിപ്പിൾ. ക്ലിയർ ആയല്ലോ? അടുത്തത് നമുക്ക് അടുത്ത ടോപ്പിക്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇൻഫർമേഷൻ ആൻഡ് ഡിസിഷനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന അടുത്തൊരു ടോപ്പിക്കാണ് TPS, ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം. ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം പ്രധാനപ്പെട്ടൊരു കാര്യമാണ് TPS. ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കുക. ഇവിടെ ഒരാൾ എന്താ ചെയ്യുന്നത്? ഇവിടെ എന്തായാലും ചെയ്യുന്നത്, ATM പോയിട്ട് ATM കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നു. എന്നിട്ട് അയാളുടെ പിൻ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. നിങ്ങളൊക്കെ ATM പോയ കുട്ടികളായിരിക്കും. പിൻ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. ക്യാഷ് വിത്ഡ്രോവൽ എന്ന് ഇവിടെ സെലക്ട് ചെയ്യുന്നു. എമൗണ്ട് 10,000 എങ്കിൽ 1,000 രൂപയാണെങ്കിൽ 1,000 റുപ്പീസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു, കൺഫേം ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു, നമുക്ക് ക്യാഷ് കിട്ടുന്നു. ഇവിടെ നടക്കുന്ന ഒരു സംഭവം, ഇതൊരു TPS ആണ്, ഒരു ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റമാണ്. ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. നമ്മൾ ATM കൗണ്ടറിൽ പോയിട്ട് ക്യാഷ് വിത്ഡ്രോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റമാണ്. അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ബാങ്കിങ് സേവനം യൂസ് ചെയ്യുന്നു, ഓൺലൈനായിട്ട് ബാങ്കിലുള്ള സേവനങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതും ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ് TPS, ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം. ഇറ്റ് ഈസ് ആൻ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം that captures and processes every single transaction that takes place within the organization. ഒരു TPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? That captures and process. Transaction processing system will capture and process every single transaction that takes place within the organization. ഒരു കമ്പനിക്കകത്തുണ്ടായേക്കാവുന്ന ഓരോ സിംഗിൾ മൈന്യൂട്ട് ട്രാൻസാക്ഷൻസിനെയും ക്യാപ്ചർ ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ ജനറേറ്റിംഗ് സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് TPS, ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം. അപ്പോൾ കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു TPS ആയിട്ട് വർക്ക് ചെയ്യുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ടാലി യൂസ് ചെയ്തുകൊണ്ട് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാം. ആ ഇൻഫർമേഷൻ്റെ ബേസിൽ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം? ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ എല്ലാ കമ്പനികൾക്കും എന്തുണ്ടായിരിക്കും? ഒരു ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത് വർക്കിംഗ് ഓഫ് എൻ ATM, ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ്റെ വർക്കിംഗ്, ഓൺലൈൻ ബാങ്കിങ് ട്രാൻസാക്ഷൻസ്, ഓൺലൈനായിട്ട് നമ്മൾ ബാങ്കിൻ്റെ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ്, ഇതൊക്കെ TPSൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സ്റ്റെപ്സ് ഇൻ TPS, ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റത്തിലെ സ്റ്റെപ്പുകളാണ്. കറക്റ്റ് ബൈ ഹാർട്ട് ചെയ്യുക. സ്റ്റെപ്സ് ഇൻ TPS. ദ ഫസ്റ്റ് വൺ ഈസ് ഡാറ്റ എൻട്രി. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്, ഡാറ്റ എൻട്രി. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഡാറ്റ വാലിഡേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ പേരെന്താണ്? ഡാറ്റ വാലിഡേഷൻ. ദ തേർഡ് വൺ ഈസ് പ്രോസസ്സിംഗ് ആൻഡ് റീവാലിഡേഷൻ. പ്രോസസ്സിംഗ് ആൻഡ് റീവാലിഡേഷൻ. ദ ഫോർത്ത് വൺ ഈസ് സ്റ്റോറേജ്. നാലാമത്തെ സ്റ്റെപ്പ് സ്റ്റോറേജ്. അഞ്ചാമത്തത് ഇൻഫർമേഷൻ. ആറാമത്തത് റിപ്പോർട്ടിംഗ്. എല്ലാവരും ബൈ ഹാർട്ട് ചെയ്യുക. സ്റ്റെപ്സ് ഇൻ TPS പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. സ്റ്റെപ്സ് ഇൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം ഏതൊക്കെയാണ്? ഡാറ്റ എൻട്രി, ഡാറ്റ വാലിഡേഷൻ, പ്രോസസ്സിംഗ് ആൻഡ് റീവാലിഡേഷൻ, സ്റ്റോറേജ്, ഇൻഫർമേഷൻ, റിപ്പോർട്ടിംഗ്. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട് ഓരോ സ്റ്റെപ്പുകളും. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡാറ്റ എൻട്രി. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഡാറ്റ എൻട്രി ആണ്. നമ്മൾ ഈ ഒരു ഡിസ്കഷൻ നടത്തുന്നത് നമ്മളൊരു ATM സെൻറ്ററിലേക്ക്, ഒരു ATM കൗണ്ടറിലേക്ക് പോയിട്ട് നമ്മൾ ക്യാഷ് വിത്ഡ്രോവൽ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമുക്കിത് പഠിക്കാം. ഒന്നാമത്തത് ഡാറ്റ എൻട്രി ആണ്. ഡാറ്റ എൻട്രി വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർട്ടൻ ഇൻപുട്ട് ഡിവൈസസ് ലൈക്ക് കീബോർഡ്, മൗസ് എക്സെട്ര, നെസസറി ഡാറ്റ ഷുഡ് ബി എൻറ്റേർഡ്. എന്താണ്? ഇങ്ങനെ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം ഉണ്ടാകണമെങ്കിൽ അവിടെ ഡാറ്റ എൻട്രി നടക്കണം. ഡാറ്റ എൻട്രി മസ്റ്റ് ടേക്സ് പ്ലേസ്. In order to enter the data, we need input devices. നമുക്ക് എന്ത് ചെയ്യാം? കീബോർഡോ മൗസോ പോലുള്ള ഇൻപുട്ട് ഡിവൈസുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സിസ്റ്റത്തിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യണം. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്, ഡാറ്റ എൻട്രി. ഡാറ്റ എൻട്രി. രണ്ടാമത്തത് ഡാറ്റ വാലിഡേഷൻ ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ പേരെന്താണ്? ഡാറ്റ വാലിഡേഷൻ. ഇറ്റ് എൻഷുവേഴ്സ് ദ accuracy and reliability of input data by comparing the same with some predetermined standards or non-data. Example, entering the PIN. അപ്പോൾ നമ്മൾ ATM കൗണ്ടറിലേക്ക് പോയിട്ട് നമ്മൾ ഈ കാർഡ് ഇൻസേർട്ട് ചെയ്തു. നമ്മളോട് അടുത്ത് ചോദിക്കുന്നത് പിൻ ആണ്. നമ്മുടെ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി പറയും. 4 അക്ക നമ്പറാണത്. അത് നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യണം. ഇപ്പോൾ എൻ്റെ പിൻ എന്താണ്? 1234 ആണെന്ന് വിചാരിക്കുക. സപ്പോസ് മൈ പിൻ നമ്പർ ഇസ് 1234. ഒരിക്കലും അങ്ങനെ സെറ്റ് ചെയ്യരുത്. ഞാൻ വെറുതെ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഞാനത് എന്ത് ചെയ്യുന്നു? തെറ്റായിട്ട് 5678 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ എൻ്റർ ചെയ്തിരിക്കുന്ന ഡാറ്റ എവിടെയോ ഏതോ സെർവറിൽ ബാങ്കിൻ്റെയോ എവിടെയോ അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ATM കാർഡുമായിട്ട് വരുന്ന ആളുടെ പിന്ന് 1234 ആണ് എന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ATMൽ ഞാനത് 5678 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഞാൻ എൻ്റർ ചെയ്തിരിക്കുന്ന പിൻ നമ്പർ എവിടെയോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പിൻ നമ്പറുമായിട്ട് കമ്പയർ ചെയ്യപ്പെടുന്നു. അത് ഈക്വൽ ആണെങ്കിൽ മാത്രം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് ക്യാഷ് വിത്ഡ്രോവൽ സാധിക്കുകയുള്ളൂ. ആ ഒരു ആക്ടിവിറ്റിയെ വിളിക്കുന്ന പേരാണ് ഡാറ്റ വാലിഡേഷൻ. ഡാറ്റ വാലിഡേഷൻ. അതുപോലെ ഓൺലൈൻ ബാങ്കിങ്ങിൽ യൂസർ ഐഡിയും പാസ്വേഡും കറക്റ്റ് എൻ്റർ ചെയ്യണം. പാസ്വേഡോ യൂസർ ഐഡിയോ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതെന്താ? ബാങ്കിൻ്റെ സെർവറിനകത്ത് നമ്മുടെ ഈ പാസ്വേഡും ഈ യൂസർ ഐഡിയൊക്കെ സേവ്ഡ് ആണ്. അതാണ് ഡാറ്റ വാലിഡേഷൻ. ഇറ്റ് എൻഷുവേഴ്സ് ദ അക്യുറസി ആൻഡ് റിലയബിലിറ്റി ഓഫ് ഇൻപുട്ട് ഡാറ്റ ബൈ കമ്പയറിംഗ് ദ സെയിം വിത്ത് സം പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർ നോൺ ഡാറ്റ. നോൺ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി സേവ്ഡ് ഡാറ്റ. ക്ലിയർ? എക്സാമ്പിൾ പിൻ. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്, പ്രോസസ്സിംഗ് ആൻഡ് റീവാലിഡേഷൻ. ദ തേർഡ് സ്റ്റെപ്പ് ഇൻ TPS ഈസ് പ്രോസസ്സിംഗ് ആൻഡ് റീവാലിഡേഷൻ. After data validation, the system will process the data entered. Data validation ശേഷം പിൻ നമ്പറൊക്കെ കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ദ സിസ്റ്റം വിൽ പ്രോസസ് ദ ഡാറ്റ എൻറ്റേർഡ്. ആ സിസ്റ്റം എന്ത് ചെയ്യുന്നു? നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഡാറ്റയെ പ്രോസസ്സ് ചെയ്യുന്നു. എക്സാമ്പിൾ, ഇഫ് ദ ഇൻപുട്ട് ഡാറ്റ ആർ കറക്റ്റ്, ദ ATM സിസ്റ്റം വിൽ റെസ്പോണ്ട് ബൈ ഗിവിംഗ് ക്യാഷ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റയൊക്കെ കറക്റ്റ് ആണെങ്കിൽ ATM സിസ്റ്റം നമുക്ക് ക്യാഷ് തരുന്നതായിരിക്കും. അതാണ് പ്രോസസ്സിംഗ് ആൻഡ് റീവാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നാലാമത്തെ സ്റ്റെപ്പ് സ്റ്റോറേജ് ആണ്. ദിസ് ഇംപ്ലൈസ് ഓൺലി വാലിഡ് ട്രാൻസാക്ഷൻസ് ആർ സ്റ്റോർഡ് ഇൻ ദ ഡാറ്റാബേസ്. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ കയ്യിൽ ATM കാർഡ് ഉണ്ട്. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഞാനൊരു 5000 രൂപ വിഡ്രോ ചെയ്യുന്നു. ഈ 5000 രൂപ വിഡ്രോ ചെയ്തത് എൻ്റെ ബാങ്കിൻ്റെ ഡാറ്റാബേസിൽ സേവ് ചെയ്യണം. അല്ല എങ്കിൽ ബാങ്കിന് 5000 രൂപ നഷ്ടമാണ്. അതേപോലെ എല്ലാ TPSലും ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റത്തിലും ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം അത് നിർബന്ധമായിട്ടും ഡാറ്റാബേസുകളിൽ സ്റ്റോർ ചെയ്യണം. സെർവറിൽ സ്റ്റോർ ചെയ്യണം. ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ സേവ് ചെയ്യുന്ന ലൊക്കേഷൻ, അതാണ് ഡാറ്റാബേസ്. നെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഈ പ്രോസസ്സ് ചെയ്തിരിക്കുന്ന നമ്മളെ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് സേവ് ചെയ്യണം. അതാണ് സ്റ്റോറേജ് എന്ന സ്റ്റെപ്പ്. ദിസ് മീൻസ് ദാറ്റ് only valid transactions are stored in the database. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പിൻ്റെ പേര് ഇതാണ്, ഇൻഫർമേഷൻ. അഞ്ചാമത്തെ സ്റ്റെപ്പിൻ്റെ പേര് ഇൻഫർമേഷൻ. The stored data is processed using query facility to produce desired information. After the data is stored, that can be processed to generate information. നമ്മൾ എന്താണ്, ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റാബേസുകളിൽ സേവ് ചെയ്യപ്പെടുന്നു. അങ്ങനെ സേവ് ചെയ്തിരിക്കുന്ന ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാം. ദ സ്റ്റോർഡ് ഡാറ്റ ഈസ് പ്രോസസ്ഡ് യൂസിങ് ക്വറി ഫെസിലിറ്റി. അപ്പോൾ അവിടെയുള്ള ഒരു ഫെസിലിറ്റിയാണ് ക്വറി ഫെസിലിറ്റി. ക്വറി ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാബേസുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ക്വറിയിങ് വിത്ത് ഡാറ്റാബേസ് എന്ന് വിളിക്കും. ക്വറി നെക്സ്റ്റ് ഇയറിൽ പഠിക്കും, ക്വറിയിങ് വിത്ത് ഡാറ്റാബേസ്.
അപ്പോൾ querying with database means interacting with database. അപ്പോൾ query facility യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ യൂസ് ചെയ്തിട്ട് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാം എന്നതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. ആറാമത്തെ the last step is reporting. Prepare reports. Finally, a report can be prepared on the basis of the required information which will be useful for decision making. അവസാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ലഭ്യമായിട്ടുള്ള ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാം. ആ റിപ്പോർട്ടുകൾ യൂസ് ചെയ്തുകൊണ്ട് ഡിസിഷൻസ് എടുക്കാം. Finally, a reports can be prepared on the basis of the required information which will be useful for decision making. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യാം, റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാം. ആ റിപ്പോർട്ട്സിൻ്റെ ബേസിൽ നമുക്ക് എന്ത് എടുക്കാം, തീരുമാനങ്ങൾ എടുക്കാം. ഇതാണ് ഇങ്ങനെ 6 പോയിന്റുകളാണ് സ്റ്റെപ്സ് ഇൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം. അപ്പോൾ ആ ടോപ്പിക് അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്, അതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ സ്റ്റെപ്സ് ഇൻ TPS കഴിഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അടുത്ത ടോപ്പിക്കാണ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് മോഡ്സ്. എങ്ങനെയൊക്കെയാണ് ഈ TPSനകത്ത് ട്രാൻസാക്ഷൻസിനെ പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്, ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്, ഡാറ്റ പ്രോസസ്സിംഗ് മോഡ്സ് ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനകത്ത് ഈ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിലാണ് സാധ്യമാവുക എന്നതാണ് അടുത്ത ടോപ്പിക്ക്. TPSൻ്റെ ബാക്കിയാണ്, കണ്ടിന്യൂഷൻ ആണ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് മോഡ്സ്. The processing of accounting data may take the following forms. അപ്പോൾ അക്കൗണ്ടിംഗ് ഡാറ്റ പ്രോസസ്സിംഗ് രണ്ട് തരത്തിലാണ് ഉണ്ടാവുക. The first one is batch processing and the second one is real time processing. Batch processing and real time processing. അപ്പോൾ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് മോഡ്സ് രണ്ട് തരത്തിലാണുള്ളത്. The first one batch processing, second one real time processing. അതിൽ ആദ്യത്തെ പോയിന്റ് നോക്കാം, batch processing. In batch processing, where information is collected as batch and processed later on. In batch processing, transactions are accumulated into batches. Such batches are processed periodically. In this case, data takes some time to be processed. അത് ബാച്ച് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ശരിക്കും ശ്രദ്ധിക്കുക. എന്താണ് ഇവിടെ ട്രാൻസാക്ഷൻസിനൊക്കെ നമ്മൾ ഒരു ബിസിനസ്സിനകത്ത് കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. നമ്മളതിനെ ഓരോ ഗ്രൂപ്പുകളാക്കും. ഒരു 5 ദിവസം നമ്മൾ 5 ദിവസത്തെ ട്രാൻസാക്ഷൻസ് ഒരു ഗ്രൂപ്പാക്കി മാറ്റുന്നു. ഫസ്റ്റ് 5 days ഗ്രൂപ്പ് 1, നെക്സ്റ്റ് 5 days ഗ്രൂപ്പ് 2, നെക്സ്റ്റ് 5 days ഗ്രൂപ്പ് 3 എന്ന് പറഞ്ഞിട്ട് ഓരോരോ ബാച്ചുകളാക്കി മാറ്റും. ഇങ്ങനെ ഓരോരോ ബാച്ചുകളാക്കിയിട്ട് ഒരു ബാച്ച് ആവുന്ന സമയത്ത് മാത്രം അതിനെ പ്രോസസ്സ് ചെയ്യുക. അല്ലാതെ ഓരോ സമയത്തും പ്രോസസ്സ് ചെയ്യാതെ ഓരോരോ ബാച്ചുകളായിട്ട് ഓരോരോ ഗ്രൂപ്പുകളായിട്ട് പ്രോസസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സിങ്ങിനെ വിളിക്കുന്ന പേരാണ് ബാച്ച് പ്രോസസ്സിംഗ്. ശ്രദ്ധിച്ചോ, ഇൻ ബാച്ച് പ്രോസസ്സിംഗ് where information is collected as batch and processed later on. ഇവിടെ എന്താണ്, ഇൻഫർമേഷനെ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസിനെ ബാച്ചുകളാക്കി മാറ്റുന്നു and processed later on, പിന്നീട് പ്രോസസ്സ് ചെയ്യുന്നു. In batch processing, transactions are accumulated into batches. ഇവിടെ ട്രാൻസാക്ഷൻസ് ഗ്രൂപ്പുകളായിട്ട് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നു. Such batches are processed periodically. അങ്ങനെയുള്ള ബാച്ചുകളെ പീരിയോഡിക്കലായിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമോ 5 ദിവസത്തിന് ശേഷമോ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു. ഇൻ ദിസ് കേസ് ഡാറ്റ ടേക്സ് ടൈം ടു ബി പ്രോസസ്ഡ്. കുറച്ച് സമയം ആവശ്യമാണ് ഡാറ്റ പ്രോസസ്സിങ്ങിന്. എക്സാമ്പിൾ പറയുന്നത് ചെക്ക് പ്രോസസ്സിംഗ് സിസ്റ്റം ഇൻ എ ബാങ്ക്. All the checks received in a particular day are grouped together and processed together. ഇപ്പോൾ ചെക്ക് പ്രോസസ്സിംഗ് സിസ്റ്റം, ഒരു ബാങ്കിലുള്ള ചെക്ക് പ്രോസസ്സിംഗ് സിസ്റ്റം, രാവിലെ 10 മണിക്ക് ഒരു ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് അത് പ്രോസസ്സ് ചെയ്യില്ല. ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു 25 ചെക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 25 ചെക്കും കൂടി ഒരുമിച്ചങ്ങ് പ്രോസസ്സ് ചെയ്യുക, ഒരാൾ ചെയ്യുക. അപ്പോൾ ഒരു ബാച്ചാക്കി ഒരു ദിവസത്തെ ചെക്ക് ഒരു ബാച്ചാക്കുക, അതിനെ ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അയാളുടെ ജോബ് ബേർഡൻ കുറച്ച് കുറയുന്നതായിരിക്കും. ഇതാണ് ബാച്ച് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓരോരോ ഗ്രൂപ്പുകളായിട്ട് പ്രോസസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബാച്ച് പ്രോസസ്സിംഗ് ആണ്. രണ്ടാമത്തത് റിയൽ ടൈം പ്രോസസ്സിംഗ് ആണ്. ബെസ്റ്റ് എക്സാമ്പിൾ ATM.
ബെസ്റ്റ് എക്സാമ്പിൾ ATM. ഇറ്റ് മീൻസ് ഇമ്മീഡിയറ്റ് ഓൺലൈൻ പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ. ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് പ്രോസസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിയൽ ടൈം പ്രോസസ്സിംഗ് ആണ്. അവിടെ ബാച്ച് ഒന്നുമില്ല, പിന്നത്തേക്ക് വെക്കുന്ന പരിപാടിയില്ല. നാളെ ചെയ്യാം അല്ലെങ്കിൽ വൈകുന്നേരം ഒരുമിച്ച് ചെയ്യാം എന്നുള്ളൊരു ഒരു ടെക്നിക്കല്ല അവിടെ. ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് ഫിനിഷ് ചെയ്യുക, രണ്ടാമത്തത് വന്നു കഴിഞ്ഞാൽ അത് ഫിനിഷ് ചെയ്യുക, തേർഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാച്ച് ഒന്നും നോക്കണ്ട, ഓൺ ദ സ്പോട്ട് അത് സോൾവ് ചെയ്യുക. അതാണ് റിയൽ ടൈം പ്രോസസ്സിംഗ്, ഓൺ ദ സ്പോട്ട് പ്രോസസ്സിംഗ്. ഇറ്റ് മീൻസ് ഇമ്മീഡിയറ്റ് ഓൺലൈൻ പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ. എക്സാമ്പിൾ ATM, IRCTC, റെയിൽവേയുടെ റിസർവേഷൻ, ഇതൊക്കെ റിയൽ ടൈം പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കിയുള്ള ടോപ്പിക്കുകൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. മനസ്സിലാവാത്ത കുട്ടികളുണ്ടെങ്കിൽ 1-2 തവണ ക്ലാസ് കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. താങ്ക്